ദശകം 65 ഗോപികളുടെ ഭഗവത് സമീപ പ്രാപ്തി. ഗോപീജനായ കഥിതം നിയമാവസാനേ, നിയമം അവരുടെ വ്രതം, കാത്യായനി വ്രതം. ആ വ്രതത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ ആഗ്രഹം എന്താണ് എനിക്ക് മനസ്സിലായി. അത് യമുനാ നദി തീരത്തുള്ള ചന്ദ്രികാചർച്ചിതമായ രാത്രികൾ അതിന് ഉത്തരം തരും. ഇത്രേ ഭഗവാൻ പറഞ്ഞുള്ളൂ. അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ ഗോപീജനങ്ങൾക്ക് നിയമത്തിൻ്റെ വ്രതത്തിൻ്റെ അവസാനത്തിൽ എന്ത് ഭഗവാൻ പറഞ്ഞുവോ, എന്താ പറഞ്ഞേ? മാരോത്സവം. നിങ്ങളുടെ ആഗ്രഹം എന്തോ എൻ്റെ ശരീരവുമായിട്ടുള്ള ബന്ധമാണ് നിങ്ങൾ ആഗ്രഹിച്ചത്, മാരോത്സവം. ആ മാരോത്സവം ത്വമതസാധയിതും പ്രവൃത്ത, അതവർക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ തയ്യാറെടുത്തു. അങ്ങനെ ഭഗവാൻ അവരെല്ലാവരെയും വിളിച്ചു കൂട്ടാൻ വേണ്ടി സാന്ദ്രേണ ചാന്ദ്രമാസാ ശിശിരീകൃതാശേ, നന്നായിട്ട് ചന്ദ്രൻ പ്രകാശിക്കുന്നു. ആ ചന്ദ്രൻ്റെ ശീതള കിരണങ്ങൾ ആ യമുനാവനാന്തേ, യമുനാവനത്തിൻ്റെ ആ ദിക്കുകൾ മുഴുവൻ തണുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സ്ഥലത്ത് ഭഗവാൻ വന്ന് പ്രാപൂര്യയോ മുരളികാം, ആ ഓടക്കുഴലെടുത്ത് അവരെ വിളിച്ചു, വാദനം ചെയ്തു. വേണുഗാനം ഭഗവാൻ ആലപിച്ചു. അപ്പോൾ രാസ പഞ്ചാധ്യായി, 5 അധ്യായങ്ങൾ. അതിൽ ആദ്യത്തെ അധ്യായമാണിത്. ഭഗവാൻ അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് കഴിഞ്ഞ് ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് പ്രാവർത്തികമാക്കുമോ എന്ന് അവർക്ക് ഉറപ്പില്ല. അതാണ്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം സന്ധ്യാസമയം നന്നായിട്ട് ചന്ദ്രൻ തെളിഞ്ഞു പ്രകാശിക്കുന്നു. ചന്ദ്രകിരണങ്ങൾ ആ മണലിലും വെള്ളത്തിലും പതിക്കുന്നു. യമുനാതടത്തിൻ്റെ ആ തീരത്തുള്ളതായ ദിക്കുകളെല്ലാം തണുത്ത് ശിശിരീകൃതാശേ, എല്ലാ ദിക്കുകളും തണുത്തിരിക്കുന്നു. അങ്ങനെയുള്ള സ്ഥാനത്ത് നിന്നാണ് ഭഗവാൻ പ്രാപൂര്യയോ മുരളികം, വേണുനാദം മുഴക്കിയത്. ഭഗവാന് 11 വയസ്സാണ്. ഗോകുലത്തിലെ ലീലകളെല്ലാം തയ്യാറെടുക്കുകയാണ് ഭഗവാൻ. അതിനു മുമ്പ് ഗോപന്മാരെയും ഗോപിമാരെയും രണ്ടുപേരെയും അനുഗ്രഹിക്കണം. ഗോപന്മാരെ അനുഗ്രഹിച്ചു കഴിഞ്ഞു. നന്ദഗോപരെ എപ്പോഴാണോ വരുണൻ്റെ ഭൃത്യം കൊണ്ടുപോയത്, വന്നതായ സമയത്ത് ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലായി. ഭഗവാൻ ബ്രഹ്മൻ തന്നെയാണ് എന്നവർ മനസ്സിലാക്കി. ആ ബ്രഹ്മാനന്ദം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ വന്നപ്പോൾ ഭഗവാൻ അവരെ യമുനയുടെ ബ്രഹ്മഹ്രദം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ മുങ്ങാൻ പറഞ്ഞു. അനേക സമയം അവരവിടെ മുങ്ങി ആ ബ്രഹ്മാനന്ദം അനുഭവിച്ചു. പിന്നെ ഭഗവാൻ തന്നെ അവരെ പൊക്കിയെടുക്കുകയാണ്. അവർക്ക് ഗൃഹത്തെക്കുറിച്ചുള്ളതായ ആ ഒരു ചിന്ത കൊടുക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ഉണർന്നു. അപ്പോൾ ആദ്യം ഗോപന്മാരെ അനുഗ്രഹിച്ചു. ഇനിയിപ്പോൾ ഗോപിമാരെ അനുഗ്രഹിക്കാൻ പോകുന്നു.
എല്ലാവരെയും ഭഗവാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് അസുരന്മാരെ ജയിച്ചതാണ് പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ, ബകാസുരൻ, വത്സാസുരൻ, ധേനുകാസുരൻ, പ്രളംബാസുരൻ. ഇതൊക്കെ അസുരന്മാരെ ജയിച്ചതിൻ്റെയാണ്. ഇന്ദ്രാദി ദേവന്മാരെ ജയിച്ചു. ആ ഗോവർദ്ധനോദ്ധാരണത്തിൽ ഇന്ദ്രനെ ജയിച്ചു. ഇന്ദ്രൻ കാൽക്കൽ വന്ന് നമസ്കരിച്ചു. ബ്രഹ്മാവിനെ ജയിച്ചു വത്സസ്തേയത്തി. ഇപ്പോൾ പശുക്കുട്ടികളെ മറച്ചുവോ, താൻ തൻ്റെ ആ രൂപം എടുത്ത് എല്ലാമായി തീർന്നു. അങ്ങനെ വത്സസ്തേയത്തിൽ ബ്രഹ്മാവിനെ ജയിച്ചു. വരുണനെ ജയിച്ചു. എപ്പോൾ നന്ദഗോപരെ കൊണ്ടുപോയ ആ വരുണൻ്റെ അടുത്ത് പോയി പിതാവിനെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ വരുണനെ ജയിച്ചു. അഗ്നിയെ ജയിച്ചു. എങ്ങനെ? 2 ദിവസങ്ങളിൽ ദാവാഗ്നിപാനം. ഒന്ന് കാളിയമർദ്ദനത്തിന് ശേഷം അവിടെ കിടന്നപ്പോൾ അഗ്നി വന്നു, അത് പാനം ചെയ്തു. അത് ഗോപന്മാർ മാത്രമേ കണ്ടുള്ളൂ, കുട്ടികൾ കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടി 2ാമത്തെ തവണ പ്രളംബാസുരൻ്റെ വധസമയത്ത് അതിനെ പാനം ചെയ്തു. അങ്ങനെ അഗ്നിയെ ജയിച്ചു. മനുഷ്യന്മാരെ ജയിക്കലാണ് ആ വിപ്രപത്നിയെ അനുഗ്രഹിച്ചത്. മനുഷ്യന്മാരായ ആ ബ്രാഹ്മണർ സത്വഗുണ പ്രധാനികൾ എന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവർ ആ സത്വഗുണത്തിനെ കാണിച്ചില്ല. എങ്കിലും ഭഗവാൻ ദേഷ്യപ്പെടാതെ കണ്ട് അവരെയും തൻ്റെ ഭക്തന്മാരാക്കി തീർത്ത് ആദ്യത്തെ വിപ്രപത്നിയെ അനുഗ്രഹിച്ച് ബാക്കിയുള്ളവരെ എല്ലാവരെയും നിങ്ങളുടെ പ്രാരബ്ധം തീരുന്നതായ സമയത്ത് നിങ്ങൾക്ക് മോക്ഷമാണ് എന്നവരെ അനുഗ്രഹിച്ചതിൽ മനുഷ്യന്മാരെ ജയിച്ചു. ഇനി കാമദേവനെ ജയിക്കാൻ ബാക്കി കിടക്കുന്നു. അതാണ് രാസക്രീഡയിൽ കൂടി വരുന്നത്, കാമവിജയം. അപ്പോൾ ഭഗവാന് 11 വയസ്സ്, കിശോരം. 5 വയസ്സ് വരെ കൗമാരം, 6 മുതൽ 10 വരെ പൗഗണ്ഡം, 11 മുതൽ 15 വരെ കിശോരം. അങ്ങനെ കിശോരനായിരിക്കുന്ന ഭഗവാൻ ദേവന്മാർ തന്നെ ആയിരിക്കുന്നതായ ഈ ഗോപിമാരെ ഇവനിപ്പോൾ അവരറിയുന്നില്ല. മനുഷ്യജന്മം സ്വീകരിച്ചുകൊണ്ട് അറിയുന്നില്ല. അവരുടെ ഉള്ളിലുള്ളതായ ആഗ്രഹം ഭഗവാന്റെ ശരീരവുമായിട്ടുള്ളതായ സംഘം വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് അവരിയ്ക്കുന്നത്. അവരെ അനുഗ്രഹിക്കാൻ പുറപ്പെടുന്നു. അപ്പോൾ ഗോപീജനായ കഥിതം നിയമാവസാനേ, ആ വ്രതത്തിൻ്റെ അവസാനത്തിൽ ഗോപികളോട് എന്താ പറഞ്ഞത്? അത് വാക്കുകൊണ്ട് പോകാൻ പറഞ്ഞില്ല. മാരോത്സവം, യാതൊരു ആഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത്? അതെനിക്ക് മനസ്സിലായി. മാരോത്സവമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. സാധയിതും പ്രവൃത്ത, അത് സാധിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ തയ്യാറെടുത്തു. സാന്ദ്രേണ ചാന്ദ്രമാസ ശിശിരീകൃതാശേ യമുനാവനാന്തേ, നല്ല ചന്ദ്രിക, രാത്രി അങ്ങനെ തുടങ്ങാൻ പോണേ ഉള്ളൂ. ചന്ദ്രികാചർച്ചിതമായ രാത്രി, ആ ശീതളിമ ആ മണ്ണിലും ആ വെള്ളത്തിലും എല്ലാം കാണാൻ സാധിക്കുക. ശീതളിമ അങ്ങനെയുള്ള ആ യമുനാതടത്തിൽ പോയി ഭഗവാൻ പ്രാപൂരയോ മുരളികം ഓടക്കുഴൽ വായിച്ചു.